നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അതിഭയങ്കര അവസ്ഥയാണ് കേട്ടോ. കാര്യം ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഈ ചൂട് സമയത്തൊക്കെ നമ്മളൊക്കെ വഴിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒന്നൊന്നര പെടലായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടി. എനിക്ക് ഒന്ന് പറയാനുള്ളൂ, ഈ വീഡിയോ ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. കാര്യം ടയറൊക്കെ സമയാസമയങ്ങളിൽ മാറ്റിയില്ലെങ്കിൽ വഴിയിൽ പെടും. എല്ലാവർക്കും ഒരു കോൺഫിഡൻ്റ് ഉണ്ട്, എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അടുത്ത ടയർ ഷോപ്പിൽ കൊണ്ടുപോയി ടയർ സിമ്പിളായിട്ട് മാറ്റി വീട്ടിൽ പോകാമെന്ന്. പക്ഷെ നടക്കുന്ന പണിയൊന്നും അല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടികളിൽ, പ്രത്യേകിച്ച് ഹബ് മോട്ടോർ വാഹനങ്ങളിൽ. ഹബ് മോട്ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൽ കൂടെ മോട്ടോർ വരുന്ന വണ്ടികൾ കേട്ടോ. ഇതുപോലെയുടെ എക്സ് എന്ന മോഡലാണ്. ഇത് ഇളക്കാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ആരും കൈവയ്ക്കാറില്ല. ഇതാ കണ്ടില്ലേ, ഈ ചേട്ടൻ മാക്സിമം ഓടിച്ച് ടയർ നൂലായി, ടയർ പൊട്ടി, അങ്ങനെ വഴിയില്ലായതാണ്. രാവിലെ 8 മണി സമയമാണ്. കുറച്ച് കഴിയുമ്പോൾ വെയിൽ കാഠിന്യം കൂടും. അപ്പം ഈ സമയത്തും ഇങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അയാളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് പോകണം കേട്ടോ, കസ്റ്റമേഴ്സിൻ്റെ. അപ്പോൾ എന്താ കണ്ടില്ല, സൈക്കിൾ പമ്പ് വെച്ചിട്ടാണ് അടിച്ചത്. പ്രത്യേകിച്ച് ഹബ് മോട്ടറിൽ സൈക്കിൾ പമ്പ് അടിക്കുന്ന വെച്ചാൽ ഒന്നൊന്നര പണിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ വാൽവ് ചെക്ക് ചെയ്തോളണം. വാൽവ് ലീക്ക് ഉണ്ടായിരിക്കും. വാൽപ്പിനും കൂടെ മാറിയേ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അടിപൊളി, എന്നാൽ സേഫായിട്ട് യാത്ര ചെയ്യാം. പിന്നെ ടെൻഷൻ വേണ്ട. പിന്നെ ഒന്നേന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഹബ് മോട്ടോർ വാഹനങ്ങളിൽ എല്ലാ 10,000 കിലോമീറ്ററിലും നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളെ ടയറിൻ്റെ ത്രെഡിൻ്റെ കണ്ടീഷൻ എങ്ങനെ, ഗ്രിപ്പുണ്ടോ, അത് കഴിയാറായോ, പിന്നെ അത് ഇനിയും കുറച്ച് കാശിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി നമ്മൾ ഓടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴിയിലൊക്കെ പെട്ട്, നമ്മൾ ഈ സാഹചര്യത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ലാഭം പിടിക്കുന്ന കാശൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ 3 അല്ല 4 ഇരട്ടി മേലെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ വർക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ടൂൾസ് എല്ലാം സെറ്റാക്കി നമ്മൾ പോകേണ്ട സെറ്റപ്പിലാണ്. അപ്പം മറക്കരുത്, ടയർ ഈ ഒരു കാരണവശാലും ഈ കണ്ടീഷനിൽ ഓട്ടിക്കരുത്. അത് നമ്മുടെ ജീവൻ ആപത്താണ്. സേഫായി ഡ്രൈവ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, അജീഷ് അരവിന്ദ്. ബൈ.